നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല അയ്യപ്പനെ കാക്കാൻ ഒടുവിൽ അയ്യപ്പൻ തന്നെ ഒരാളെ കണ്ടെത്തി. സർവീസിൽ നിന്ന് വിരമിച്ച കെ ജയകുമാർ IAS വെറുമൊരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. കുടജാദ്രിയിൽ കുടികൊള്ളുന്ന മഹേശ്വരിയെ മലയാളികൾക്ക് മുന്നിൽ വ്യക്തതയോടെ അവതരിപ്പിച്ച ജയകുമാർ IAS പിന്നീട് ചന്ദനലേപ സുഗന്ധം എന്ന വരികളിലൂടെ മലയാളത്തെ അതിശയിപ്പിച്ച ഗാനരചയിതാവ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായി ഒടുവിൽ വിരമിച്ച കെ ജയകുമാർ IAS മലയാളികൾക്കേറെ സുപരിചിതനാണ്. സൗമ്യമുഖം. സർവീസിൽ നിന്നിറങ്ങി പിന്നീട് മലയാള സർവകലാശാലയെ അദ്ദേഹം നയിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നീ സുപ്രധാന ദൗത്യങ്ങൾ പിന്നീട് വഹിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു സർക്കാർ. പിണറായി വിജയനും വാസവനുമൊക്കെ ഇടത്തും വലത്തും നെട്ടോട്ടമോടുന്ന കാഴ്ച. PS പ്രശാന്തിനെ തുടർന്നും ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കി കുടിയിരുത്തുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. എന്നാൽ കോടതി ഇടപെടലിനെ തുടർന്ന് പ്രശാന്തിന് തുടരുക സാധ്യമല്ലാതായി. PS പ്രശാന്തിന് പകരം സമ്പത്ത് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നു. എന്നാൽ തന്റെ തലയ്ക്ക് മുകളിൽ സമ്പത്ത് പ്രവർത്തിക്കുമെന്ന തോന്നൽ വാസവന്. തുടർന്നാണ് TK ദേവകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള കരുനീക്കങ്ങൾ നടന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിലവിൽ കയർഫഡ് പ്രസിഡന്റുമാണ് ദേവകുമാർ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയതോടെ സർക്കാർ അടപടലം വിറച്ചു. അന്വേഷണം ഏതുവിധേനയും പുതിയ ദേവസ്വം ബോർഡിലെത്തുമെന്ന് സർക്കാർ ഭയന്നു. ഇതോടെയാണ് പുതിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവതരിപ്പിച്ച് ഏതുവിധേനയും ജനങ്ങളിൽ നിന്ന് ഒരു ഇമേജ് വീണ്ടെടുക്കാനുള്ള ചിന്ത സർക്കാരിലുണ്ടായത്. പിണറായി വിജയനാണ് ഇത്തരമൊരാശയങ്ങൾക്ക് മുൻകൈയെടുത്തത്. PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനൊക്കെ സർക്കാർ പദ്ധതിയിട്ടിരുന്നു. എല്ലാം അടപടലം പാളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പൊതുവെ രാഷ്ട്രീയ കക്ഷികളോടൊക്കെ സമദൂരം പാലിക്കുന്നയാളാണ് കെ ജയകുമാർ. പ്രത്യേകിച്ചൊരു മമത അദ്ദേഹത്തിനില്ല. എന്നാൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കാറുണ്ട്. സർവീസിലിരുന്ന കാലഘട്ടത്തിലൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ശബരിമല അയ്യപ്പ വിശ്വാസം അദ്ദേഹത്തിൽ രൂഢമൂലമാണ്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് അയ്യപ്പനെ കാക്കാൻ ശക്തനാണ് എന്ന് ശബരിമല അയ്യപ്പന് തോന്നിക്കാണും. അതുകൊണ്ട് മാത്രമാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്താൻ സർക്കാർ നിർബന്ധിതരായത്. കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ പോസ്റ്റിംഗായി മാറിയിരുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം. PS പ്രശാന്തും N വാസുവും പത്മകുമാറുമൊക്കെ ഇരുന്ന കസേര. ഒരു നിയോഗം പോലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് കെ ജയകുമാർ. പലരും അദ്ദേഹത്തെ ഉപദേശിക്കുന്നു, പിണറായി വിജയന്റെ കെണിയിൽ വീഴരുത്. എന്നാൽ ശബരിമലയുടെ പരിപാവനത ഉറപ്പിക്കാൻ കെ ജയകുമാറിനെ പോലെ ഒരു നേതാവിനെ ഇപ്പോൾ ആവശ്യമാണ്. അത് കൃത്യമായി അയ്യപ്പൻ മനസ്സിലാക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് കെ ജയകുമാർ പ്രതികരിച്ചു. ഇപ്പോൾ അവിടെ എന്തു സംഭവിക്കുന്നു എന്ന കാര്യം അറിയില്ല. നിലവിലുള്ള ബോർഡ് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 17-ന് മണ്ഡല തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. നിലവിലുള്ള ബോർഡ് ചെയ്ത കാര്യങ്ങളും അവർ പകുതിയാക്കി വെച്ച കാര്യങ്ങളും ഭംഗിയാക്കി പൂർത്തീകരിക്കണം. തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. അത് കുറ്റമറ്റതാക്കണം. അതാണ് ആദ്യ ചലഞ്ച്. കാര്യങ്ങൾ പഠിക്കണം. വിശ്വാസിയായ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്കായിരിക്കും അവിടെ പ്രവർത്തിക്കുക. സർക്കാരിന്റെ വിശ്വാസവും വിശ്വാസികളുടെ വിശ്വാസവും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് കെ ജയകുമാർ തുറന്നു പറഞ്ഞു. അത് ഭംഗിയായി നിറവേറ്റാൻ ഞാൻ പരമാവധി ശ്രമിക്കും. കെ ജയകുമാറിന്റെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തുവരുന്ന നടുക്കുന്ന വാർത്തകൾ. നിരവധി അറസ്റ്റുകളാണ് ഈ കേസിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനിയും അന്വേഷണം ഏതൊക്കെ തലങ്ങളിലേക്ക് വളരും എന്ന ഭയം സർക്കാരിനുള്ളിലുണ്ട്. CPM സെക്രട്ടേറിയറ്റിൽ 5 പേരുകൾ ഉയർന്നു വന്നു. ഇതിൽ കൂടുതൽ പരിഗണന ജയകുമാറിന് തന്നെ കൊടുക്കാൻ പിണറായി വിജയൻ തീരുമാനമെടുത്തു. വാസവന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതുവരെ ശബരിമലയടക്കം എല്ലാ കാര്യങ്ങളിലും വാസവന്റെ നേരിട്ടുള്ള നിയന്ത്രണമുണ്ടായിരുന്നു. കെ ജയകുമാർ എത്തുന്നതോടെ ഇതിനൊരു അറുതി വരും. തൃശൂരിൽ വെച്ച് കെ ജയകുമാർ മന്ത്രിയെ കണ്ടു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന കെ ജയകുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണവും നടത്തി.
വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം വന്നിരിക്കുന്നത്. ഈശ്വരവിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായി കരുതുന്നു. എത്രയും പെട്ടെന്ന് ഉത്തരവ് കിട്ടിയാൽ ഉടൻ ചാർജ് എടുക്കണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായി പൂർത്തീകരിക്കണം. ഈ പദവി ഏറ്റെടുക്കുന്നതിന് യാതൊരുവിധ ആശങ്കകളുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ കിരീടങ്ങളും മുള്ളുള്ളതായി തോന്നുന്നില്ല, അത് വയ്ക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായ മാറ്റങ്ങൾ വരുത്തും. എല്ലാ കിരീടങ്ങളും മുള്ളുള്ളതല്ല എന്ന് കെ ജയകുമാർ തിരിച്ചറിയുന്നു. അത് വയ്ക്കുന്നവരുടെ തല തന്നെയാണ് പ്രശ്നം. അവിടെയാണ് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ പരമസത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ജയകുമാറിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിലേക്ക് ഒരു പ്രത്യേക ദൗത്യവുമായി കെ ജയകുമാർ ആദ്യം തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ശബരിമലയിലെ ഉത്സവ സീസണിൽ മറ്റു പ്രതിസന്ധികൾ ഉണ്ടാവുന്നില്ല എന്നുറപ്പിക്കാൻ ജി സുധാകരൻ കണ്ടെത്തിയ ഒരു ഒറ്റമൂലി, മിടുക്കനായ ഓഫീസർ, അതായിരുന്നു കെ ജയകുമാർ. ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ കെ ജയകുമാറിനെ കാത്തിരുന്ന വലിയ നിയോഗം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ ശബരിമല ദർശനത്തിനായി ക്ഷണിച്ചതും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയതുമൊക്കെ ഇതേ ജയകുമാർ. സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ തൻ്റെ ചുമതല അന്ന് അദ്ദേഹം ഭംഗിയായി നിറവേറ്റി. പിന്നീട് അദ്ദേഹത്തിനെ തേടിയെത്തിയത് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന വലിയ ചുമതല. EMSന്റെ മരുമകനായ CK ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണറായി ജയകുമാറെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഊരാക്കുടുക്കിലൊന്നും ഗുപ്തൻ പെട്ടില്ല. ആ കാലഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. അന്ന് പിണറായിയുടെ കൂടി സമ്മതത്തോടെയാണ് കെ ജയകുമാറിന് സ്പെഷ്യൽ കമ്മീഷണർ സ്ഥാനം ലഭിക്കുന്നത്. ഇത്തരമൊരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് സർക്കാർ പറഞ്ഞപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം തനിക്ക് വേണമെന്ന് ജയകുമാർ മന്ത്രിയോട് പറഞ്ഞു. അതൊക്കെ അംഗീകരിച്ചു കൊടുത്തു. കേരളം ഏറെ ബഹുമാനിക്കുന്ന കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിലൊക്കെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കെ ജയകുമാർ. പ്രശസ്ത ചലച്ചിത്ര സംവിധായകരായ M കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മൂത്ത മകൻ. 1952 ജനനം. 1978 അദ്ദേഹം IAS നേടി. അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. പിന്നീട് കോഴിക്കോട് ജില്ലാ കളക്ടർ, വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ, വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിലൊക്കെ സേവനമനുഷ്ഠിച്ചു. 2012 മാർച്ച് 31 ചീഫ് സെക്രട്ടറിയായി. അതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി. ദൈവനിയോഗമെന്ന് കെ ജയകുമാർ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പിണറായിയും വാസവനുമൊക്കെ ഇക്കാര്യങ്ങളിൽ നിസ്സഹായരായി മാറുന്നു. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും എന്ന വാർത്തകൾ ശക്തമായിരിക്കുന്ന അതേ സമയത്താണ് കെ ജയകുമാറിന്റെ പേര് പെട്ടെന്ന് ഉയർന്നു വന്നത്. ശബരിമല ഉന്നതാധികാര സമിതി മുൻ അധ്യക്ഷൻ കൂടിയായ ജയകുമാറിന് ശബരിമലയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം എന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. മലയാളികൾ ഹൃദയം കൊടുത്ത് സ്വീകരിച്ച ഒരുപടി ഗാനങ്ങളുടെ രചയിതാവാണ് കെ ജയകുമാർ. വയൽപ്പൂവിൻ്റെ വൈഢൂര്യഭംഗിയും ചന്ദനലേപ സുഗന്ധവും ചൂളം കത്തുന്ന കാറ്റും തൂമഞ്ഞൻ പരാഗവും അപൂർവരാഗം മാറിലടിഞ്ഞ സാരംഗിയും, അങ്ങനെ എത്രയെത്ര വരികൾ. മലയാളിയുടെ ഗ്രഹാതുരതയെ വിളിച്ചുണർത്തിയ എത്രയെത്ര കാവ്യബിംബങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. ഓരോ പാട്ടും പിറവിയെടുക്കുന്നതിന് പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയും. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നവരാത്രി ഗാനമാണ് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ ശുഭകാരിണി. ഈ ഗാനം അദ്ദേഹം എഴുതിയെങ്കിലും ഈ ഗാനത്തിന് വേണ്ട സിനിമയിൽ ഒരു ഷോട്ട് പോലും ചിത്രീകരിച്ചില്ല. അതൊരു നിയോഗമായിരുന്നു. തനിക്ക് പാട്ടെഴുതാൻ വേണ്ടി മാത്രം തുടങ്ങിയ സിനിമയാണ് എന്ന് തോന്നിപ്പോയിരുന്നുവെന്നാണ് കെ ജയകുമാർ പിന്നീട് പറഞ്ഞത്. ദൈവവിശ്വാസം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നു. ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ, ഹൃദയം സൗപർണികയാക്കൂ. മലയാളത്തിൻ്റെ മറ്റൊരു മികച്ച നവരാത്രി ഗാനമായ സൗപർണികാമൃത വീജികൾ സൃഷ്ടിച്ചതും ഇതേ ജയകുമാർ രവീന്ദ്രൻ കൂട്ടുകെട്ട്. ശ്ലോകം പോലെ ഒരു മൂകാംബിക പ്രാർത്ഥന വേണം എന്നാണ് സംവിധായകൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പ്രാർത്ഥനയ്ക്കും അപ്പുറമുള്ള വരികൾ അദ്ദേഹം എഴുതി നൽകി. സിനിമയുടെ തിരക്കഥയനുസരിച്ച് നായികയുടെ പ്രാർത്ഥനയാണ് കുടജാദ്രിയിലെ ആ പാട്ട്. എന്നാൽ നീലക്കടമ്പിലെ ദീപം കയ്യിൽ എന്ന ഗാനം പാടാൻ വന്ന യേശുദാസ് സ്റ്റുഡിയോയിൽ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ചിത്രയുടെ കുടജാദ്രി
എന്ന ഗാനം കേട്ടിഷ്ടപ്പെട്ട് തനിക്ക് കൂടി അത് പാടണമെന്ന് രവീന്ദ്രനോട് ആവശ്യപ്പെട്ടു. കെ ജയകുമാർ എന്ന വലിയ മനുഷ്യൻ്റെ പ്രതിഭ മാത്രമല്ല ഇവിടെ പ്രകടമാകുന്നത്, അദ്ദേഹത്തിൻ്റെ അനന്തമായ ദൈവവിശ്വാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശബരിമലയ്ക്ക് വേണ്ടി അയ്യപ്പൻ്റെ ഒരു നിയോഗമാണ് എന്ന് നമ്മൾ കരുതാൻ. അതിന് ഏതു പിണറായി വിജയനും വാസവനും എന്ത് എതിർ വിചാരിച്ചാലും നടക്കില്ല. അയ്യപ്പൻ ഇപ്പോൾ വേണ്ടത് ശബരിമലയെ സൂക്ഷിക്കാനുള്ള യഥാർത്ഥ കാവൽക്കാരനെയാണ്. അത്തരമൊരാളെ ഇതാ കണ്ടുകിട്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.